തിരുവനന്തപുരം നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രന്റെ മാർക്കുമായി ബന്ധപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ RS ശശികുമാർ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള സജീവ ചർച്ചകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ആര്യയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ ഈ വിഷയത്തിലും രംഗത്ത് വന്നു. രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കരുടെ പോസ്റ്റും സജീവ ചർച്ചയാവുകയാണ്. ശ്രീജിത്ത് പണിക്കരുടെ പോസ്റ്റ് ഇങ്ങനെയാണ്: കണക്കിന് 0 ആണെങ്കിലെന്നാ മലയാളത്തിന് 7 മാർക്ക് കിട്ടിയില്ലേ, അതൊരു ചെറിയ കാര്യമാണോ എന്നാണ് ശ്രീജിത്ത് പണിക്കരുടെ ചോദ്യം. ശ്രീജിത്ത് പണിക്കരുടെ കുറിക്കുകൊള്ളുന്ന നിരീക്ഷണത്തിന് പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ നിർണായക തെളിവായ മെമ്മറി കാർഡ് ഇനിയും കണ്ടെത്താനാകാതെ പോലീസ് എന്ന വാർത്തകൾ സജീവ ചർച്ചയായിരുന്നു. മൊഴികളിൽ വൈരുദ്ധ്യമുള്ളതിനാൽ ഡ്രൈവർ യദുവിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നും പോലീസ് അറിയിച്ചിരുന്നു. യദുവിനെയും കണ്ടക്ടർ സുബിനെയും തമ്പാനൂർ സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജിയെയും ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. തർക്കത്തിനു ശേഷം ബസ്സിൽ കയറി മെമ്മറി കാർഡ് പരിശോധിച്ചുവെന്ന് യദു പറഞ്ഞ സമയങ്ങളിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. മെമ്മറി കാർഡ് കാണാതായതിൽ പോലീസിന്റെ നാടകീയ നീക്കങ്ങളാണ് കേരളം കണ്ടത്. കണ്ടക്ടർ സുബിനെ വെമ്പായം കുപ്പത്തെ വീട്ടിലെത്തി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് ചോദ്യം ചെയ്യാൻ കൊണ്ടുവന്നു. സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജിയെ വിഴിഞ്ഞത്തെ വീട്ടിൽ നിന്നും പുലർച്ചെ പോലീസ് എത്തി ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയി. ഇരുവരുടെയും ചോദ്യം ചെയ്യൽ തുടരുന്നതിനിടെ ഡ്രൈവർ യദുവിനെയും പോലീസ് വാഹനത്തിൽ വീട്ടിൽ നിന്ന് കമ്മീഷണർ ഓഫീസിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ നിർണായകമായ നീക്കങ്ങളാണ് കണ്ടത്. വിവാദ സംഭവത്തിനു ശേഷം സുബിൻ ബസ്സിൽ ഡ്രൈവർ സീറ്റിനടുത്തേക്ക് പോകുന്നത് സാഫല്യം കോംപ്ലക്സിലെ CCTV ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു. എന്നാൽ തനിക്ക് മെമ്മറി കാർഡിനെ കുറിച്ച് അറിയില്ലെന്നാണ് സുബിന്റെ മൊഴി. തർക്കമുണ്ടായതിന് പിന്നാലെ ബസ് തമ്പാനൂർ ടെർമിനലിൽ കൊണ്ടുവന്നപ്പോൾ ചുമതലയിലുണ്ടായിരുന്ന ആളാണ് ലാൽ സജി. ബസ്സിനടുത്തേക്ക് പോയിട്ടില്ലെന്നാണ് ഇയാളുടെ മൊഴി. സംഭവ ദിവസം സ്റ്റേഷനിൽ നിന്ന് വിട്ടയച്ച ശേഷം ബസ്സിൽ കയറിയതിനെ കുറിച്ച് യദു പറഞ്ഞ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. വൈകിട്ടോടെ 3 പേരെയും വിട്ടയച്ചു. മൊഴികൾ വിശദമായി പരിശോധിച്ച് യദുവിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചിരുന്നു.